ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്നത്തെ തലമുറ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ശരീരവടിവ് ശരിയാക്കി വെക്കാനും ഭംഗി നിലനിർത്താനും അതേപോലെ ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടി എക്സസൈസും ഡയറ്റും എല്ലാം ചെയ്യുന്നുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ്, അതായത് ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ള അനുപാതം ശരിയാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആരോഗ്യം നിലനിർത്താൻ, അതായത് വലിയ വലിയ പ്രശ്നങ്ങളായ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഹെമറേജ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്, ആരോഗ്യം ബെറ്റർ ആവാനും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എക്സസൈസ് എങ്കിലും അതിലെ ചില അബദ്ധങ്ങൾ പ്രശ്നത്തിലേക്ക് വഴിയൊരുക്കുമോ എന്ന് ഉള്ള സംശയം, അതായത് അങ്ങനത്തെ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിൽ നിന്നും, അതായത് ഇപ്പം 160 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൽ നിന്നും 100 കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഏകദേശം ഒരു റഫ് ഒരു കണക്ക് വെച്ച്. അപ്പോൾ 60 കിലോ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റ് ആണ്. അതിൽ നിന്ന് അത് നമുക്ക് എപ്പോഴും പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഈവൻ നമ്മുടെ മിഡിൽ ഏജിലും ഓൾഡ് ഏജിലും നമ്മൾ അതേപോലെ പാലിച്ചുകൊണ്ട് പോവുകയാണ്, ആ ഒരു 60 കിലോ എന്നുള്ളത് സ്റ്റേബിളാക്കി വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാനാകും. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒത്തിരി ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നുള്ള ഡയറ്റുകളും പെട്ടെന്നുള്ള എക്സർസൈസുകളും, വേഗത്തിൽ വെയിറ്റ് കുറയണം, ഒത്തിരി ശരീരവടിവ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലോട്ടും പോകുമ്പോൾ ചില അബദ്ധങ്ങൾ നമ്മൾ പെട്ടുപോകും. വേഗത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം എപ്പോഴും നമ്മുടെ ഒരു ടാർഗറ്റ് ഒരു കൊല്ലത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് സമയമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള ടാർഗറ്റ് വെക്കുമ്പോഴാണ് ഇങ്ങനത്തെ അബദ്ധങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അതിൽ തന്നെ ഡയറ്റും ഉണ്ട്, എക്സർസൈസും ഉണ്ട്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സർസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളും അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നൊക്കെയുള്ളതാണ്. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ട്രെഡ്മില്ല് മേടിച്ച് വെച്ചിട്ട് ഓടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോകും. ഇതിൽ ഏറ്റവും ബെറ്റർ നമുക്ക് പുറത്ത് നടക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഒരു മാനസിക സന്തോഷം, ഊർജം, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പേസിൽ നമ്മുടെ സ്പീഡിൽ നടക്കാനുള്ള ഒരു അനുവാദം, ഇതൊക്കെ നമുക്ക് പുറത്ത് നടക്കുവാണെങ്കിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ട്രെഡ്മില്ലിലാണെങ്കിൽ അവരുടെ ഒരു സ്പീഡിനനുസരിച്ചായിരിക്കും നമ്മൾ സ്പീഡ് കൂട്ടുന്നത്. എന്നാൽ ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയ സ്പീഡിലിട്ട് കുറച്ച് നേരം നടന്നിട്ട് വേണം പിന്നീട് നമ്മൾ വലിയ സ്പീഡിലാക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതൊരു അബദ്ധമാണ്, എല്ലാവരും കാണിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ 6 7 ഇട്ട് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റിന് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട് കാണും. കാരണം ഹാർട്ട് റേറ്റ് പതുക്കെയാണ് കൂടുന്നത്. ആ ഒരു ഹാർട്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ നമ്മൾ ശരിക്കും നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു മോട്ടോർ പോലെയാണല്ലോ, അത് പമ്പ് ചെയ്ത് ബ്ലഡ് എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതിനുണ്ടാവും. വാമപ്പ് ചെയ്യാതെ നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ചിലവരിൽ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഒരു വാമപ്പ്, അതായത് ചെറുതായിട്ട് നടന്നു തുടങ്ങിയതിന് ശേഷം സ്പീഡിൽ നടക്കുക. ഇനിയിപ്പോൾ വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് ബോഡി ഒന്ന് വേർക്കാൻ തുടങ്ങിയതിന് ശേഷം വലിയ വലിയ എക്സസൈസിലോട്ട് മാറിപ്പോവുക. അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റിന് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു അബദ്ധമാണ്. ഇനി നമ്മൾ സ്പീഡിൽ നടക്കാൻ തുടങ്ങി, കുറച്ച് ദൂരം നമ്മൾ നല്ല സ്പീഡിൽ നടന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കിതപ്പ് അനുഭവപ്പെടുകയാണ്. കിതപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കണം. ഡെപ്തിൽ തന്നെ, അതായത് നല്ല പോലെ ശ്വാസം വലിച്ചു വിടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ ശ്വാസങ്ങളാണെങ്കിലും അത് സ്പീഡിൽ എടുത്ത് വിടുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയുടെ എല്ലാ വർക്കിങ്ങും കറക്റ്റായിട്ട് നടന്നു പൊക്കോളും. ഇനി എന്നിട്ടും നമുക്ക് സാധിക്കുന്നില്ല, ഇപ്പോൾ ഒരു മിഡിൽ ഏജ് പീപ്പിളാണ്, ആരെങ്കിലും ആ ഒരു ഏജിലുള്ളവർക്കാണ് നമുക്ക് സ്പീഡിൽ വലിച്ചിട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നേരം കുറച്ചിട്ട് പതുക്കെ ഒന്ന് ബോഡി ഒന്ന് കൂൾ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് റേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ട്രെഡ്മില്ലൊക്കെ ആണെങ്കിൽ കുറച്ച് വീണ്ടും 1 2 3 ഇട്ട് ഒന്ന് നടന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് കൂട്ടാവുന്നതാണ്. കാരണം ആ സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം അങ്ങനെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഓടുക
കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും. അതായത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമുക്ക് കുറയാനിട വരികയും അതുവഴി നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ മസിൽസിൻ്റെ വികാസവും അതേപോലെ തന്നെ കോൺട്രാക്ഷനും റിലാക്സേഷനും രണ്ടും സങ്കോചിക്കലും അതേപോലെ തന്നെ വികസിക്കലും ഒക്കെ ഒരു ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കാൻ പറ്റാതെ വരികയും അതുവഴി നമുക്ക് ഹാർട്ടിന് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ കൂൾ ഡൗൺ ചെയ്യുക. എന്തെങ്കിലും നമുക്കൊരു അസ്വസ്ഥത തോന്നുവാണ്, നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്ര സ്പീഡിലെങ്കിൽ പതുക്കെ ഒന്ന് ഡൗൺ ചെയ്തിട്ട് വീണ്ടും നമുക്ക് റേസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ബോഡിക്ക് ഒരു റെസ്റ്റ് കിട്ടും. അതേപോലെ പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എപ്പോഴും നമ്മൾ കാർഡിയോ എക്സസൈസും അതേപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങും കൂടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന് അത് ബുദ്ധിമുട്ട് വരും. മസിൽസ് വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് മസിൽസ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. എന്നാൽ നമുക്ക് ആ ടോണിങ് കിട്ടത്തുമില്ല. ടോണിങ് കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിൽ ആ ഒരു മസിൽസ് മാത്രം ഇങ്ങനെ കുഴഞ്ഞ് എന്താ പറയുന്നത്, ആ സ്കിന്ന് ടൈറ്റൻ അല്ലാതെ ആവുകയും ഇങ്ങനെ കുഴഞ്ഞു കിടക്കും. ഇപ്പം നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാലൊക്കെ കണ്ടിട്ടില്ലേ, വയറ് ഇങ്ങനെ വല്ലാണ്ട് ചാടിയിരിക്കും. മെലിഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും വയറ് മാത്രം ചാടിയിരിക്കും. എന്താണ് അവിടെ ഒരു റിലാക്സേഷൻ, അവിടുത്തെ ആ ഒരു മസിൽ ടോണും അതേപോലെ സ്കിൻ ടോണും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാ പറഞ്ഞ പോലെ വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് ആ ഭാഗമെല്ലാം തൂങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതിനാണ് നമ്മൾ പിന്നെ കാർഡിയോ എക്സസൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോഡി കൂടി ടോൺ ചെയ്യണം എന്ന് പറയുന്നത്. അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന് പതുക്കെയാണ് നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ മസിൽസിന് അത് പൊക്കാൻ കഴിയുള്ളൂ. എപ്പോഴും നമ്മൾ ആലോചിക്കുക, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ചെറുതെന്ന് തുടങ്ങിയാലേ നമ്മുടെ വെയിറ്റ് ആ ഒരു മസിലിനെ പൊക്കാനുള്ള സാധ്യതയുള്ളൂ. ഇല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വലിയൊരു ഭാരം പൊക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ മസിൽസിൻ്റെ ഫൈബേഴ്സിൽ ടിയർ സംഭവിക്കും. അതായത് മസിൽ ഫൈബേഴ്സിനെ അപകടം നശിപ്പിക്കാൻ ഇടയാകും. അതുവഴി അതിൽ നിന്നുമുള്ള ടോക്സിൻ ബ്ലഡ് സ്ട്രീമിലോട്ട് നമ്മുടെ രക്തത്തിലോട്ട് വന്ന് അത് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ടോക്സിൻസ് നമ്മുടെ ബോഡിയെ, പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിയെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിൽസ് എപ്പോഴും ടിയർ ആവാതെയും മസിൽസ് നഷ്ടപ്പെടാതെയും സൂക്ഷിക്കുക. അത് നമുക്ക് ടോൺ ചെയ്തെടുക്കുന്നത് വഴി നമ്മുടെ ആ ഒരു ആദ്യം നമ്മൾ ചെയ്ത കാർഡിയോ എക്സസൈസ് വഴി കുറയുന്ന വെയിറ്റ് നമുക്ക് ടോൺ ചെയ്ത് എടുത്ത് ഭംഗിയാക്കി വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും മസിൽ ടിയർ അല്ലെങ്കിൽ മസിൽ ടോൺ ഉണ്ടാവരുത്. അതിൽ നിന്നും റിലീസ് ചെയ്യുന്നത് ടോക്സിൻസ് ആണ്. അപകടകരമായ ആ ടോക്സിൻസ് ആണ് നമ്മുടെ കിഡ്നിയെ നശിപ്പിക്കുന്നത്. പിന്നെ നല്ല പോലെ വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ ആദ്യം വെള്ളം കുടിക്കാതെയാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്, അതായത് ജിമ്മിൻ്റെ വർക്കൗട്ട് തുടങ്ങുന്നത് എങ്കിൽ നമ്മുടെ ബോഡിക്ക് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിച്ചോളൂ, രാത്രി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന ആളുകൾ രാവിലെ ജിമ്മിൽ വർക്കൗട്ടിന് വരുന്നുണ്ടെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഒത്തിരി നേരം, ഇപ്പോൾ 8 to 16 അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലായിരിക്കും അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവരുടെ സൈക്കിളിൽ കുറേ നേരം ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ ജിമ്മിന് വർക്കൗട്ടിന് വരുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വളരെ ക്ഷീണം ഫീൽ ചെയ്യുന്ന തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളം എപ്പോഴും കുടിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ ഒരു മുട്ടയോ ഒക്കെ കഴിച്ചു വരുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഊർജ്ജം കിട്ടും. കാരണം നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയാണ് നമുക്ക് എന്താ പറയുന്നത്, ഊർജ്ജം ഇല്ലാത്തൊരവസ്ഥ, അതായത് വളരെ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ചെറിയൊരു എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് വരികയാണെങ്കിൽ ആ ഊർജ്ജം നിലനിർത്തി നമുക്ക് നല്ലപോലെ എക്സർസൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബോഡി ഒരു ഫങ്ഷനിങ് കറക്റ്റ് ആക്കുക. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഡയറ്റും ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഈ എക്സർസൈസിന് വരുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് ക്ഷീണം അനുഭവപ്പെടാൻ പാടില്ല. നമുക്ക് ഊർജം കൂടുകയാണ് വേണ്ടത്. എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നമ്മൾ എന്താ പറയുക, ആ ദിവസം മുഴുവൻ ഇപ്പോൾ രാവിലെ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നമ്മൾ ഹാപ്പി ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ നല്ലതിൽ വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഊർജ്ജം നമുക്ക് കൂടുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ക്ഷീണിച്ച അവശതയായിട്ട് ഇരിക്കുന്നതാണ് അവസ്ഥ എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഊർജം കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. എന്ത് കാര്യമുണ്ടെങ്കിലും വലിയൊരു ഇപ്പോൾ
നല്ല വെയിറ്റ് കുറയ്ക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും ഈ ട്രെയിനറിനെ വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായം തേടുക. എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വേണം നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ടത് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. പിന്നെ വെള്ളമാണ് ഏറ്റവും നല്ലത് കുടിക്കാനായിട്ടുള്ളത്, ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ഇങ്ങനെ പിഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. പിഞ്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ച് അതേ പൊസിഷനിൽ ആ സ്കിന്ന് തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഇല്ല. അതേസമയം നമ്മൾ പിഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ ആ ഒരു ചുളിവ് നിൽക്കുകയാണ്, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാധാരണ ബോഡിയിൽ സാധാരണ സ്കിന്ന് പോലെ ആവുന്നതെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഭക്ഷണങ്ങളും അതുപോലെ ആവശ്യത്തിന് കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിചാരിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്ക് ആരോഗ്യകരമായിട്ട് ഇരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക, ആരോഗ്യകരമായിരിക്കുക. താങ്ക് യു.